ഹായ് ഹലോ, ഇത് ഞാനും ചേച്ചിയും കൂടി പുറത്ത് പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പൂൻ്റെ സ്കൂളിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചു. ഇനി കുഞ്ഞാപ്പൂൻ്റെ സ്കൂളിലെ സെലിബ്രേഷൻ ഉണ്ട്. അവന് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ്. ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചിയെ കണ്ട അനിയത്തിയെ പോലെ, അനിയത്തി കണ്ട ചേച്ചിയെ പോലെയും തോന്നില്ല. ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അവിടുന്ന് ഉദ്ദേശിച്ച പോലത്തെ ഒരു ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് വേറെ കടയിലേക്ക് വന്ന് ഇവിടുന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി അടുത്ത കടയിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. അവിടുന്ന് കിട്ടി. അവൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഡ്രസ്സ് കിട്ടി. അപ്പോൾ പിന്നെ അപ്പൂനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ ബാങ്കിലാക്കിയിട്ട് ഞാൻ മേളിൽ നമ്മുടെ വേറൊരു ചേച്ചിയെ കാണാനായിട്ട് പോവുകയാണ്. കുറച്ച് ദിവസമായി ചേച്ചി കണ്ടിട്ട്. പക്ഷേ ചേച്ചി കാണുമ്പോൾ ഇത്ര എക്സൈറ്റഡ് ആവും, സാഡ് ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാനും പെട്ടെന്ന് അങ്ങ് സിൻഡി അടിച്ചു പോയി. അതുകൊണ്ട് പിന്നീടൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം നമ്മളിന്ന് സംസാരിച്ച്. ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരാളും ഇത്രയും എക്സൈറ്റഡ് ആവുന്നതും മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. പിന്നെ അതേ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് പോയി. എന്താണോ എന്തോ ആലോചിക്കുന്നത്, ഇനി എനിക്ക് ജ്യൂസ് മേടിച്ച് തരണമല്ലോ, എൻ്റെ പൈസ പോകുമല്ലോ എന്നാണോ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാൻ വയ്യ. പിന്നെ അതേ പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതുമൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത്. നല്ല വെയിലും ചൂടും കാറ്റും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ എനർജിയൊക്കെ പോയി, വല്ലാണ്ടായി, വാടിക്കരിഞ്ഞു വല്ലാണ്ടായി. അതാണ് ഞാൻ എൻ്റെ കോലം ഇങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ.